ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ എക്സാമൊക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ MCQ ബേസ് ചെയ്തുകൊണ്ടൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടും ഒപ്പം തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നവർക്ക്, MCQ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള പോലെ തന്നെയാണ് ഇവിടെ 20 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടത്. 1 മാർക്കിനാണ് വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് മെർക്കൻറ്റൈൽ ലോ? താഴെ പറയുന്നതിൽ മെർക്കൻറ്റൈൽ ലോയുടെ ഒരു സോഴ്സ്, അതായത് മെർക്കൻറ്റൈൽ ലോയിൽ പറഞ്ഞിരിക്കുന്ന ആ നിയമങ്ങൾക്ക് ഒരു ഉറവിടം, സോഴ്സ് ആകാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കസ്റ്റംസ് ആൻഡ് യൂസേജ് അതിൻ്റെ സോഴ്സാണ്. ജുഡീഷ്യൽ ഡിസിഷൻസ്, അതായത് കോർട്ടിൻ്റെ ഓർഡറുകൾ അതിൻ്റെ ഒരു സോഴ്സാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് അല്ല, അല്ലേ? സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാലും അതും മെർക്കൻറ്റൈൽ ലോയുടെ ഒരു ഭാഗമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടീസാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വിച്ച് ഈസ് നോട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. Then which of the following is not an essential element of valid contract? താഴെ പറയുന്നതിൽ വാലിഡ് കോൺട്രാക്റ്റ് അല്ല നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? താഴെ പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിൽ മ്യൂച്വൽ കൺസെൻ്റ് ഉണ്ട്, ഒപ്പം തന്നെ ഫ്രീ കൺസെൻ്റ് ഉണ്ട്, ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങളും എസെൻഷ്യൽ തന്നെയാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന്, അല്ലേ? നമുക്ക് അൺസർട്ടനിറ്റി എന്ന് പറയുന്നതാണ് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻ്റ് അല്ലാത്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആൻസർ പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ എസെൻഷ്യൽ എലമെൻറ്റിൽ പെടുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കട്ടെ, അത് പഠിച്ചു പോയപ്പോൾ തന്നെ. Then which of the following individual lacks the legal capacity to enter into a contract? താഴെ പറയുന്നതിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി ലീഗലായിട്ട് കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ അർഹത ഇല്ലാത്ത ഇൻഡിവിജ്വൽസ് ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഒരു മൈനർക്ക് നമുക്ക് ലീഗലായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഒരു മൈനർക്ക് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു ആൾക്കും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കില്ല. എ പേഴ്സൺ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, അതായത് മദ്യപിച്ചിരിക്കുന്ന ഒരാളുമായിട്ടും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന 3 സാഹചര്യങ്ങളിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള യോഗ്യതയില്ലാത്ത ആളുകളാണ്, അല്ലേ? Then what is the difference between void contract and voidable contract? വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക. എ വോയിഡ് കോൺട്രാക്റ്റ് ഈസ് എൻഫോഴ്സിബിൾ. വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റ് അല്ല, അല്ലേ? അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ് ഈസ് എൻഫോഴ്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. വോയിഡബിൾ കോൺട്രാക്റ്റ് ഈസ് നോട്ട്, അത് തെറ്റായിട്ടുള്ള ആൻസറാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. എ വോയിഡ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ. വോയിഡ് കോൺട്രാക്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. വൈൽ എ വോയിഡബിൾ കോൺട്രാക്റ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി. അതായത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടിയിൽ ഒരാളുടെ ഓപ്ഷൻ പ്രകാരം ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ വോയിഡബിൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റുന്ന കോൺട്രാക്റ്റ് അല്ല, പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. ആരാണ് അഗ്രീവ്ഡ് പാർട്ടി അല്ലെങ്കിൽ ആർക്കാണോ ദോഷം വന്നത് ആ എഗ്രിമെൻറ്റ് പ്രകാരം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ അഗ്രീവ്ഡ് പാർട്ടി, ദോഷം വന്ന പാർട്ടിയുടെ ഓപ്ഷൻ പ്രകാരം അയാൾക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലേ? അതുകൊണ്ടാണ് അതിന് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ടേം ഫ്രീ കൺസെൻറ്റ് ഇൻ കോൺട്രാക്ട് ലോ റെഫേഴ്സ് ടു. കോൺട്രാക്ട് ലോയിൽ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ടേം എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസെൻറ്റ് ഒബ്റ്റൈൻഡ് ബൈ ഫോഴ്സ്, അതായത് ഫോഴ്സ് നമ്മൾ സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ ശക്തി പുലർത്തിക്കൊണ്ട് നേടിയെടുക്കുന്ന കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് അല്ല, അല്ലേ? കൺസെൻറ്റ് ഗിവൺ വിത്തൗട്ട് എനി കൊയേഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അല്ലേ? അതായത് കൊയേഷൻ, ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാതെയോ നമ്മൾ നേടിയെടുക്കുന്ന കൺസെൻറ്റിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് B ആണ്, അല്ലേ? ദെൻ എ കോൺട്രാക്ട് ബിക്കംസ് വോയിഡബിൾ. ഒരു കോൺട്രാക്ട് എപ്പോഴാണ് വോയിഡബിൾ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? വോയിഡബിൾ ആകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ബോത്ത് പാർട്ടീസ് എഗ്രി ടു ടെർമിനേറ്റ്, 2 പാർട്ടിയും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വോയിഡബിൾ അല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർഫോം, അത് പെർഫോമൻസ് ഇമ്പോസിബിൾ ആകുമ്പോൾ അതിന് വോയിഡബിൾ എന്നല്ല പറയുന്നത്. വോയിഡബിൾ ആകാനുള്ള സാധ്യത ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ കൊയേഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അല്ലേ? അതിൻ്റെ ആൻസർ അത് തന്നെയാണ് വരുന്നത്. കൊയേഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് പ്രകാരം ഒരു കോൺട്രാക്റ്റിൽ ഒരാളെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആരെയാണോ അങ്ങനെ ഏർപ്പെടുത്തുന്നത് അയാളുടെ ഡിസിഷൻ പ്രകാരം ആ കോൺട്രാക്റ്റ് വേണമെങ്കിൽ നടപ്പിലാക്കാവുന്നതാണ്, അല്ലേ? അതുകൊണ്ടാണ് അതിനെ വോയിഡബിൾ എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഈ കോൺട്രാക്റ്റ്? താഴെ പറയുന്നതിൽ ഈ കോൺട്രാക്റ്റ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഷ്രിങ്ക് റാപ്പ് എഗ്രിമെൻ്റ് ഉണ്ട്, ക്ലിക്ക് റാപ്പ് എഗ്രിമെൻ്റ് ഉണ്ട്, ബ്രൗസ് റാപ്പ് എഗ്രിമെൻ്റ് ഉണ്ട്, ഓൾ ഓഫ് ദി എബോവ്, അല്ലേ? ഇതെല്ലാം എന്ത് തന്നെയാണ് ഈ കോൺട്രാക്റ്റിൽ പെടുന്നത് തന്നെയാണ്, അല്ലേ? ഷ്രിങ്ക് റാപ്പ് എഗ്രിമെൻറ്റ് അത് ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു ഷ്രിങ്ക് റാപ്പ് എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പാക്കേജ്ഡ് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ, അല്ലേ? ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ CD രൂപത്തിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കേജ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മളെന്താണ് അവരുമായിട്ട്, ആ തന്നിരിക്കുന്ന ആളുകളുമായിട്ട്
ആ ഒരു കോൺട്രാക്റ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുകയാണ് അല്ലേ. അതിൻ്റെ പേയ്മെൻറ്റൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ആ ഒരു കോൺട്രാക്റ്റ് ബൈൻഡിങ് ആവുകയാണ് അല്ലേ. അപ്പോൾ അതിനാണ് ഷ്രിങ്ക് റാപ്പ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് റാപ്പ് എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ക്ലിക്ക് റാപ്പ് എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വെബ്സൈറ്റിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഐ എഗ്രി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഐ എഗ്രി എന്നുള്ള ആ ഒരു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനാണ് ക്ലിക്ക് റാപ്പ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ബ്രൗസ് റാപ്പ് എഗ്രിമെൻറ്റ് ഉണ്ട്. ബ്രൗസ് റാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ എഗ്രി എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ ആ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണല്ലേ. ഉദാഹരണത്തിന് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ആ ഒരു പോളിസി നമ്മൾ പാലിക്കാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഐ ക്ലിക്ക് എന്നുള്ള ആ ഒരു ഐ എഗ്രി എന്നുള്ള ആ ഒരു ടേം ഇല്ലാതെ തന്നെ നമ്മൾ ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്ന പോലുള്ള അത്തരത്തിലുള്ള കോൺട്രാക്റ്റാണ് ബ്രൗസ് റാപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ലീഗൽ റെമഡി ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. താഴെ പറയുന്നതിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ ലീഗൽ റെമഡി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡാമേജ് കോൺട്രാക്റ്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് നടപ്പിലാക്കാതെ വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഗ്രീഡ് പാർട്ടിക്ക് ആർക്കാണ് ദോഷം വന്ന് അയാൾക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാം. അല്ലെങ്കിൽ ഓർഡർ ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, ആ ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി കോടതിക്ക് വേണമെങ്കിൽ ഉത്തരവിടാം. ഗ്രാൻഡിങ് ഓഫ് അൻ ഇഞ്ചക്ഷൻ, ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാനുള്ള ഓർഡർ കൊടുക്കാം, ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ആൻസറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബെയിൽമെൻറ്റ് കോൺട്രാക്ട് ഇൻവോൾവ്സ്. ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റിൽ എന്താണ് പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഒരു ബെയിൽമെൻറ്റിൽ ട്രാൻസ്ഫർ, ബെയിലറുടെ കയ്യിൽ നിന്നും ബെയിലിയിലേക്ക് ട്രാൻസ്ഫർ ഓണർഷിപ്പ് മാറുന്നില്ല അല്ലേ. ദെൻ രണ്ടാമത് നോക്കുക, ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനാണ് നമ്മൾ ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരുന്നത്, ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫോർ എ സ്പെസിഫിക് പർപ്പസ് അല്ലേ. പെർമനൻ്റ് ആയിട്ട് ഗുഡ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെയിൽ ഓഫ് ഗുഡ്സിലൊക്കെയാണ് വരുന്നത് അല്ലേ, സെയിൽ ഓഫ് ഗുഡ്സിലാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആ ഒരു ചാപ്റ്റർ മൊഡ്യൂൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും കേട്ടോ. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദി റോൾ ഓഫ് ദി പ്രിൻസിപ്പൽ ഇൻ എ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്. ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പിൽ പ്രിൻസിപ്പലിൻ്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ടു ഓതറൈസ് ദ ഏജൻറ്റ് ടു ആക്ട് ഓൺ ദെയർ ബിഹാഫ്. അതായത് പ്രിൻസിപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ആളാണല്ലേ. അപ്പോൾ ആ ഒരു ഏജൻറ്റിനെ അത് പ്രിൻസിപ്പൽ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏജൻറ്റിനെ ഓതറൈസ് ചെയ്യുക, അധികാരപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ പ്രിൻസിപ്പലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ, പ്രിൻസിപ്പലിൻ്റെ റോൾ എന്ന് പറയുന്നത്. ദെൻ 11ാമത് ദ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ഇൻവോൾവ്സ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഡാമേജിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിന് കോമ്പൻസേഷൻ കിട്ടും. നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻഷുറൻസ് എന്താണ്? ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പഠിച്ചിരിക്കുക. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയുടെ എക്സാമ്പിൾ ഇൻഷുറൻസ് ആണ് അല്ലേ. ലൈഫ് ഇൻഷുറൻസ് ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയാണ്. അടുത്തത് ഗ്യാരണ്ടി ഓഫ് എ തേർഡ് പാർട്ടീസ് ഡെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഗ്യാരണ്ടിയാണല്ലേ. അത് ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ്. അത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടീസ് അണ്ടർ സെക്ഷൻ 1 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വരുന്നതാണ് അല്ലേ. അപ്പോൾ ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഡെപ്റ്റിന് മറ്റൊരാൾ ഗ്യാരണ്ടി നിൽക്കുന്നതിനെയാണ്. ഒരാളുടെ കടത്തിന് മറ്റൊരാൾ ഗ്യാരണ്ടി നിൽക്കുമ്പോൾ അയാളെ നമ്മൾ ഷുവർട്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടർ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഏതായാലും കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഡാമേജ് ആണ് അല്ലേ. ഇതാണ് ആൻസർ വരിക. ദെൻ വാട്ട് ഈസ് എ ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ക്വാസി കോൺട്രാക്ട് താഴെ പറയുന്നതിൽ ക്വാസി കോൺട്രാക്ട് ഏതാണ് ആൻസർ വരുന്നത് നോക്കുക. എ കോൺട്രാക്ട് ദറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ലോ ബട്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സച്ച് ബൈ ദി കോർട്ട് അല്ലേ. അതായത് നിലവിൽ അങ്ങനെ ഒരു നിയമം ആയിട്ടില്ല, പക്ഷേ കോർട്ട് അതൊരു നിയമമായിട്ട് പരിഗണിക്കുന്നുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കുറച്ച് ക്യാഷ് നമുക്ക് വഴി കിടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതതിൻ്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കണം അല്ലേ. അതായത് ഒരാൾ മറ്റൊരാളെ കൊണ്ട് അല്ലെങ്കിൽ അയാൾക്കൊരു അനീതി ആയിക്കൊണ്ട് നമ്മൾ അതിന്മേൽ പണം ഉണ്ടാക്കരുതെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു ക്വാസി കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. ഫോർമൽ റിട്ടേൺ കോൺട്രാക്റ്റ് അല്ല. ആൻഡ് ഇംപ്ലോയിഡ് കോൺട്രാക്റ്റും ക്വാസി കോൺട്രാക്റ്റും നമ്മൾ മാറിപ്പോകരുത്. ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരുടെ പ്രവൃത്തികൾ കൊണ്ട് അതൊരു കോൺട്രാക്റ്റായിട്ട് മാറുന്നതാണ്. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും അതൊരു കോൺട്രാക്റ്റായിട്ട് മാറുന്നതാണ് അല്ലേ. ഉദാഹരണത്തിന് നമ്മളൊരു ബസ്സിലേക്ക് കയറുന്നു. അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൻ്റെ ചാർജ് കൊടുക്കണം, ഒപ്പം തന്നെ നമ്മൾ അവിടെ ആ ബസ് വരെ എത്തിക്കുകയും ചെയ്യണം അല്ലേ. അതൊരു ഇംപ്ലോയിഡ് കോൺട്രാക്റ്റാണ്. അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ കയറി ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഉൽപ്പന്നം തരാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലേ. അതൊക്കെ ഇംപ്ലോയിഡ് കോൺട്രാക്റ്റാണ്. പക്ഷേ ഇതുപോലുള്ള സാഹചര്യങ്ങൾ, സ്പെഷ്യലായിട്ട് വരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് വരുന്നത്. ദെൻ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോൺട്രാക്റ്റിൻ്റെ ലംഘനം വരുന്നത് എപ്പോഴാണ്? കോൺട്രാക്റ്റ് നടപ്പിലാകാതെ വരുന്നത്. ഫെയിലർ ടു പെർഫോം എനി കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ വിതൗട്ട് എ വാലിഡ് ലീഗൽ എക്സ്ക്യൂസ്. ഒരു നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ഇല്ലാതെ നമ്മൾ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ
ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിൽ ഫെയിലർ ആകുന്നു അല്ലേ, പരാജയപ്പെടുന്നു. യൂണിലാറ്ററൽ മോഡിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് ടേംസ് വിതൗട്ട് കൺസെൻറ്റ്, അതായത് മറ്റ് പരസ്പര സമ്മതമില്ലാതെ ഒരാൾ തന്നെ കോൺട്രാക്റ്റിൽ മോഡിഫിക്കേഷൻ നടത്തുന്നു. നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് എസെൻഷ്യൽ കണ്ടീഷൻസ് എഗ്രീഡ് അപ്പോൺ, അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നടപ്പിലാക്കാതെ വരുന്നു. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഇതെല്ലാം ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് തുല്യം തന്നെയാണ്. ഇനി അടുത്തത് നോക്കുക, 14ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് സിഗ്നിഫൈ? ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് എക്സിക്യൂഷൻ ഓഫ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ആസ് എഗ്രീഡ് എന്ന് തന്നെയാണ് അല്ലേ. അതായത് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പെർഫോം ചെയ്യുക അല്ലേ, നടപ്പിലാക്കുക അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുക. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഹൂ ഈസ് ദ ഷുവർട്ടി? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഷുവർട്ടി ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷുവർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദി ഗ്യാരണ്ടി ഈസ് ഗിവൺ ആണോ? അതല്ല. പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആണോ? അല്ല. ദ പേഴ്സൺ ഹൂ ഗീവ്സ് ദ ഗ്യാരണ്ടി അല്ലേ, ആ ഗ്യാരണ്ടി നൽകുന്ന വ്യക്തിയെയാണ് നമ്മൾ ഷുവർട്ടി എന്ന് പറയുന്നത് അല്ലേ. ഒരാൾ ഒരു ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ അവിടെ കടമെടുക്കുന്ന ആൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ്, കടം കൊടുക്കുന്ന ബാങ്ക് ക്രെഡിറ്ററാണ്. ആ കടത്തിന് ഈട് നിൽക്കുന്ന അല്ലെങ്കിൽ ഷുവർട്ടി ആയിട്ട് ജാമ്യം നിൽക്കുന്ന ആളെയാണ് നമ്മൾ ഗ്യാരണ്ടർ അല്ലെങ്കിൽ ഷുവർട്ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ദ പേഴ്സൺ ഹൂ ഗീവ്സ് ദ ഗ്യാരണ്ടി അല്ലേ. ദെൻ വാട്ട് ഈസ് ദ ലീഗൽ സിഗ്നിഫിക്കൻസ് ഓഫ് കൺസിഡറേഷൻ ഇൻ എ കോൺട്രാക്റ്റ്? ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് കൺസിഡറേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് ദ കോൺട്രാക്ട് ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ അല്ലേ. അതായത് ഒരു കൺസിഡറേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു കോൺട്രാക്റ്റിനെ അത് ബൈൻഡിങ് ആക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രാധാന്യം ഇമ്പോർട്ടൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൺസിഡറേഷൻ ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുമ്പോഴാണ് ആ കോൺട്രാക്റ്റ് ബൈൻഡിങ് ആവുന്നത്, നടപ്പിലാക്കാൻ പറ്റുന്നതാവുന്നത് അല്ലേ, എൻഫോഴ്സിബിൾ ആകുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ വരിക. പിന്നെ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എ പ്ലഡ്ജ് ഇൻ എ കോൺട്രാക്റ്റ്? ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് പ്ലഡ്ജ് എന്നുകൊണ്ട് അതിൻ്റെ പർപ്പസ് എന്താണ്, പ്ലഡ്ജിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടു ട്രാൻസ്ഫർ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സെയിൽ ഓഫ് ഗുഡ്സിലാണ് വരുന്നത് അല്ലേ, വിൽപ്പനയിലാണ് വരുന്നത്. രണ്ടാമത് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ എ ഡെപ്റ്റ് ഓർ ഒബ്ലിഗേഷൻ, നമ്മളൊരു കടം എടുക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ നൽകുന്നതിനെയാണ് നമ്മൾ പ്ലഡ്ജ് എന്ന് പറയുന്നത് അല്ലേ, പണയപ്പെടുത്തുക എന്നൊക്കെ പറയും അല്ലേ, അതിനെയാണ്. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരിക. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലഡ്ജ്? താഴെ പറയുന്നതിൽ എക്സാമ്പിൾ ഏതാണ്, പ്ലഡ്ജിന് എക്സാമ്പിൾ ഏതാണെന്നാണ്. റെൻറ്റിങ് എ കാർ, ഒരു കാർ റെൻറ്റിന് കൊടുക്കുന്നത് പ്ലഡ്ജ് അല്ല. ഗിവിങ് എ ഗോൾഡ് ആസ് കൊളാട്രൽ ഫോർ ലോൺ അല്ലേ, ലോൺ എടുക്കുമ്പോൾ ഗോൾഡ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊളാട്രലായിട്ട് കൊടുക്കുന്നതിന് അത് പ്ലഡ്ജിന് എക്സാമ്പിളാണ്. ഒരു ഹൗസ് ലീസിങ്ങിന് എടുക്കുന്നതോ പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്നതൊന്നും പ്ലഡ്ജിൻ്റെ എക്സാമ്പിൾ അല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഗിവിങ് ഗോൾഡ് ആസ് എ കൊളാട്രൽ ഫോർ ലോൺ. അതായത് ഒരു ലോൺ എടുക്കുമ്പോൾ ഏതെങ്കിലും വസ്തു നമ്മൾ കൊളാട്രലായിട്ട് അല്ലെങ്കിൽ അവർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പ്ലഡ്ജ് എന്ന് പറയുക, പണയപ്പെടുത്തുക എന്ന് പറയുന്നത് അല്ലേ. ആ ഒരർത്ഥം ഓർത്തിരുന്നാൽ മതി. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ബെയിൽമെൻറ്റ്, ഇൻഡെംനിറ്റി, പ്ലഡ്ജ്, സെയിൽ ഓഫ് ഗുഡ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും സൂചിപ്പിക്കുന്നത് കോളം ബിയിൽ അല്ലേ, ഇവിടെ കോളം ബിയിൽ കോളം എയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബെയിൽമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബെയിൽമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ആണ് അല്ലേ. അതായത് നമ്മൾ ഒരാൾക്ക് തൽക്കാലത്തേക്ക് നമ്മൾ ഗുഡ്സിൻ്റെ ഒരു പൊസഷൻ കൈമാറ്റം ചെയ്യുന്നതിനാണ്, താൽക്കാലികമാണ്, ടെമ്പററി ആണ് അല്ലേ. ഇൻഡെംനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ആണ്, നമ്മൾ ആദ്യം കണ്ടതാണ് അല്ലേ. പ്ലഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് ഗിവൺ ആസ് സെക്യൂരിറ്റി ആയിട്ട് ഗുഡ്സ് കൊടുക്കുന്നതാണ്. സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൻസർ വരുന്നത് 19ാമത്തെ ആൻസർ ഡി ആണ്. 1 സി, 2 എ, 3 ഡി, 4 ബി അല്ലേ. ഇതാണ് ആൻസറായിട്ട് വരിക. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺസെൻസസ് അഡീഡം? കൺസെൻസസ് അഡീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എന്നുള്ളതാണ്. അതായത് ഒരേ രീതിയിൽ ചിന്തിക്കുന്നതിനാണ് നമ്മൾ കൺസെൻസസ് അഡീഡം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരേ രീതി ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാറ്റിൻ വേർഡാണ് കൺസെൻസസ് അഡൈഡ് എന്ന് പറയുന്നത്. മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്നാണ് അതിനർത്ഥം. കോൺട്രാക്ട് ലോയിൽ അതിനർത്ഥം പറയുന്നത് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്നാണ്. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് കൂട്ടരും ഒരേ രീതിയിൽ സെയിം സെൻസിൽ ഒരു കാര്യത്തെ എടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് അല്ലെങ്കിൽ കൺസെൻസസ് അഡൈഡ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എ എന്ന് പറയുന്ന വ്യക്തി ഒരു ബിക്ക് ഒരു കാർ വിൽക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയ്ക്ക് കാർ വിൽക്കുക എന്ന് പറയുന്നു. അയാൾ അതിന് സമ്മതിക്കുന്നു. അപ്പോൾ ഏത് കാറാണെന്ന് അയാൾക്കറിയാം, 5 ലക്ഷം രൂപയ്ക്കാണെന്ന് അയാൾക്ക് മനസ്സിലായി. കൃത്യമായിട്ട് രണ്ടുപേരും ഉദ്ദേശിച്ചത് ഒരേ കാര്യമാണെങ്കിൽ അവിടെ കൺസെൻസസ് അഡൈഡം ഉണ്ട്. പക്ഷേ നമ്മൾ കാർ വിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ച കാറല്ലായിരുന്നു, വേറെ കാറായിരുന്നു. 2 കാറുണ്ടെന്ന് വിചാരിക്കുക, അതിൽ വേറൊരു കാറാണ് അയാൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കൺസെൻസസ് അഡൈഡം ഇല്ല അല്ലേ. അപ്പോൾ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഇല്ല. അപ്പോൾ ആ കോൺട്രാക്റ്റ് അപ്പോൾ വാലിഡ് ആവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് കൺസെൻസസ് അഡൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. വോയിഡ് എഗ്രിമെൻറ്റ്, വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, ഇല്ലീഗൽ എഗ്രിമെൻറ്റ്, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡ് ഫ്രം ദി ബിഗിനിങ് ആണ് അല്ലേ. അത് നടപ്പിലാക്കാൻ പറ്റുന്ന ആ ഒരു കോൺട്രാക്റ്റ് അല്ല. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സിബിൾ അറ്റ് ലോ ആണ്, നിയമപ്രകാരം നമുക്ക് നടപ്പിലാക്കാം. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സിബിൾ
അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി വൺ പാർട്ടി, ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്ട് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. ഇല്ലീഗൽ എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ ഇൻ നേച്ചറാണ് അല്ലേ, ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ക്രിമിനൽ നേച്ചറാണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് എ ആണ് അല്ലേ, ആൻസർ വരുന്നത് എ ആണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്റ്റിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ക്വാസി കോൺട്രാക്റ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതനുസരിച്ച് കോൺട്രാക്ട് റിസ്റ്റോർ ലോസ്റ്റ് ഗുഡ്സ് ടു ദി ഓണർ. ഒരു നഷ്ടപ്പെട്ട ഒരു ഗുഡ്സ് ഒരാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മറ്റേ ഓണർക്ക് അത് കൊടുക്കാൻ വേണ്ടി അയാൾ ബാധ്യസ്ഥനാണ് അല്ലേ, അത് ക്വാസി കോൺട്രാക്റ്റിന് എക്സാമ്പിളാണ്. നമ്മൾ പാർട്ട് ബിയിലേക്ക് പോവുകയാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. വിച്ച് ഇസ് ദി ടൈം യൂസ്ഡ് ഫോർ കോൺട്രാക്ട് വെയർ ഓൺലി വൺ പാർട്ടി മേക്സ് എ പ്രോമിസ്. ഒരാൾ മാത്രമാണ് ഒരു പ്രോമിസ് നൽകുന്നതെങ്കിൽ അതിനെ എന്ത് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്? അതിനെ ബൈലാറ്ററൽ എന്നാണ്, യൂണിലാറ്ററൽ ആണ് അല്ലേ. ഒറ്റ ആൾ മാത്രമുള്ളെങ്കിൽ എന്താണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ബൈലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂട്ടരും അത് സമ്മതിച്ചുകൊണ്ട് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിലാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. ഒരു നഷ്ടപ്പെട്ട ഡോഗിനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരാൾ 5000 രൂപ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓഫർ സ്വീകരിക്കാം, ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, ആർക്ക് വേണമെങ്കിലും അത് ഒരു ഓർഡർ അല്ലെങ്കിൽ ഓഫർ സ്വീകരിക്കാണ്ടിരിക്കുക അല്ലേ. പക്ഷേ അങ്ങനെ ഓഫർ സ്വീകരിച്ച ഡോഗിനെ കണ്ടെത്തുന്ന ആളുകൾക്ക് 5000 രൂപ കൊടുക്കാൻ വേണ്ടി അയാൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ അവിടെ ഒരു ഓഫർ ഗിവ് ചെയ്യുന്നത് ഒരാൾ മാത്രമാണ്, അത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാണ്ടിരിക്കുകയോ ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒറ്റയാൾ മാത്രമാണ് ഓഫർ കൊടുക്കുന്നതെങ്കിൽ, ഒരു പ്രോമിസ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയാം. പിന്നെ 24 എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എഗ്രിമെൻറ്റിനെ കുറിച്ച് കോൺട്രാക്ട് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൺട്രാക്ട്. അതായത് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പ്രകാരം, നിയമപ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ ഒന്ന് ഓർത്തിരുന്നേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചിലാണ് അത് പറയുന്നത് അല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട്. ഒരു ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊരു മീനിങ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആക്ട് ഡൺ വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനി കോമ്പൻസേഷൻ ആണല്ലേ. ആൻ ആക്ട് ഡൺ വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനി കോമ്പൻസേഷൻ. നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഫർണിച്ചർ ഒന്ന് നീക്കി വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ സഹായിക്കുകയാണ് അല്ലേ. അതിനുശേഷം അത് സഹായിച്ചതിന് ശേഷം നമുക്ക് അയാളിൽ നിന്ന് പേയ്മെൻറ്റ് ആവശ്യപ്പെടാൻ പറ്റില്ല. കാരണം നമ്മൾ ഫ്രണ്ടിന് വേണ്ടി ചെയ്താണ്, അവിടെ പണം പ്രതീക്ഷിച്ചായിട്ട് അയാൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ. അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ അല്ലേ, അതുപോലുള്ള സാഹചര്യങ്ങൾ പണം പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് എന്ന് പറയുന്നത്. Then if a tenant purchase the property they are leasing, what happens to lease agreement? ഒരാൾ ലീസിനെടുത്ത പ്രോപ്പർട്ടി തന്നെ അയാൾ തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ആ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മെർജ്ഡ് വിത്ത് ഓണർഷിപ്പ് റൈറ്റ്സ് ആൻഡ് എൻസ് അല്ലേ. അയാളുടെ ഓണർഷിപ്പ് റൈറ്റ്സുമായിട്ട്, അതായത് ആ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അയാൾ അതിൻ്റെ ഓണറായി മാറുകയാണ് അല്ലേ. അപ്പോൾ അത് ഒരു ലെസ്സി എന്നുള്ള ആ ഒരു നിന്ന് മാറിയിട്ട് അയാൾ ഓണറായി മാറുകയാണ്. അപ്പോൾ അത് ഇറ്റ് ഈസ് മെർജ്ഡ് വിത്ത് ഓണർഷിപ്പ് റൈറ്റ്സ് ആൻഡ് എൻസ് അല്ലേ. പഴയ ആ ലീസ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ആകുകയും അയാൾ ഓണറായി മാറുകയും ചെയ്യുന്നു. Then a contract in which one party agrees to commit an illegal act. ഒരു ഇല്ലീഗൽ ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വോയിഡ് ആണല്ലേ, അത് നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. Then which of the following is an example of an actual breach of contract? ഒരു ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എ പാർട്ടി എക്സ്പ്രസസ് ആൻ ഇൻറ്റൻഷൻ ടു നോട്ട് പെർഫോം ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ നമ്മൾ കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരാൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം ആൻസർ. പിന്നെ പാർട്ടി ഫെയിൽസ് ടു പെർഫോം എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഓൺ ദി ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ, നടപ്പിലാക്കേണ്ട സമയമാകുമ്പോൾ ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാതിരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ബി ആണല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്. താഴെ പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക. എ പേഴ്സൺ ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ഫോർ എ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട്. ഒരു ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് നടത്തിയിട്ട് അതിന്മേൽ പേയ്മെൻറ്റ് ഒരാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണല്ലേ. ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞാണ് ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് ആണെങ്കിൽ അതിന്മേൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ അവകാശപ്പെടാൻ ഒരാൾക്ക് പറ്റില്ല. എ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് ഈസ് വൺ ഡൺ വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എ പേയ്മെൻറ്റ്. ഒരു പേയ്മെൻറ്റ് പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതിനെയാണ് ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ആൻസർ വരുന്നത് ഓൺലി 2 ഈസ് കറക്റ്റ്. 2 മാത്രമാണ് കറക്റ്റ് വരുന്നത്. ദെൻ കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ പറയുന്നതിൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. ആൻ അൺഫെയർ ഓർ എക്സ്പ്ലോയിറ്റീവ് കോൺട്രാക്ട് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. അൺഫെയർ ആയിട്ടുള്ള ലോ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ളൊരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരാളെ ചൂഷണം ചെയ്യുന്നൊരു കോൺട്രാക്ട് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമപ്രകാരം അത് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറ്റില്ല. അൺറീസണബിൾ ഡിമാൻഡ്സ് ഇൻ എ കോൺട്രാക്ട് മേ ബി ഡീംഡ് ഇൻവാലിഡ്. അൺറീസണബിൾ ഡിമാൻഡ് ഇൻ എ കോൺട്രാക്ട് മേ ബി ഡീംഡ് ഇൻവാലിഡ്. അത് അൺറീസണബിൾ ഡിമാൻഡ്, നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഒരാൾ തെറ്റായിട്ടുള്ളൊരു ഡിമാൻഡാണ് കോൺട്രാക്റ്റ് പ്രകാരം ആവശ്യപ്പെടുന്നതെങ്കിൽ ഇത് ഡീംഡ് ഇറ്റ് ബി ഇൻവാലിഡ് അല്ലേ. അത് ഇൻവാലിഡായിട്ട് കരുതും അല്ലേ. അത് വാലിഡ് അല്ല, ഇൻവാലിഡാണ്. അപ്പോൾ അത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇവിടെയും ഓൺലി 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. ബി ആണ് ആൻസർ വരിക. ദെൻ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്.
ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് നമ്മളിപ്പോൾ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് ഇതിന് മുമ്പ് കണ്ടു, അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതാണ് അതിൽ ചേരുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡൺ വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് പേയ്മെൻ്റ് ആണല്ലേ ഗാറ്റ്യൂഷ്യസ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൺ വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് പേയ്മെൻ്റ് ആണ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലർ ടു പെർഫോം ആൻ ഒബ്ലിഗേഷൻ ആണല്ലേ. ഒരു ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യുന്നതിൽ അയാൾ പരാജയപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. then അടുത്തത് ലീസ് എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കുക. ഇവിടെ ലീസ് എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ഗ്രാൻഡിങ് ടെമ്പററി പ്രോപ്പർട്ടി യൂസ് അല്ലേ, തൽക്കാലത്തേക്ക് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതിനാണ് പാട്ടത്തിനെടുക്കുക അല്ലെങ്കിൽ ലീസിനെടുക്കുക എന്ന് പറയുന്നത്. വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ, അത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണെന്ന് നോക്കുക. ആൻസർ വരുന്നത് ഇവിടെ ആദ്യത്തെ എ തന്നെയാണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ. ദെൻ ടി എ ടെനൻറ്റ് ഹോൾസ് എ പ്രോപ്പർട്ടി അണ്ടർ ലീസ് എഗ്രിമെൻറ്റ്, ഒരാൾ ഒരു പ്രോപ്പർട്ടി ലീസ് എഗ്രിമെൻറ്റ് എടുക്കുന്നു, പിന്നീട് അയാൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അയാൾ ദെയർ ബൈ അക്വയറിംഗ് ഓണർഷിപ്പ് റൈറ്റ്സ് അല്ലേ. ഇൻ ദിസ് കേസ് ടെനൻറ്റ് ലീസ് ഹോൾഡ് ഇൻട്രസ്റ്റ്, ടെനൻറ്റിൻ്റെ ലീസ് ഹോൾഡ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കണ്ടതാണ് മെർജ് ഇതിൻ്റെ ഓണർഷിപ്പ് റൈറ്റ്സ് ടെർമിനേറ്റിംഗ് ദ ലീസ് അല്ലേ. ലീസ് ക്യാൻസൽ ആയിക്കൊണ്ട് അയാളൊരു ഓണർഷിപ്പ് റൈറ്റ്സ് ഓണറുടെ അവകാശങ്ങളൊക്കെ അയാൾ മാറുന്നു അല്ലേ. അപ്പോൾ അതാണ് നമ്മളൊന്ന് കണ്ടതാണ്, വേറെ രീതി ചോദിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അണ്ടർ കാസി കോൺട്രാക്ട് ദ പേഴ്സൺ റിസീവിംഗ് ഗുഡ്സ് ഓർ ബെനിഫിറ്റ് മസ്റ്റ്. ഇപ്പോൾ കാസി കോൺട്രാക്ട് പ്രകാരം ഒരാൾക്ക് ഗുഡ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, റിട്ടേൺ ദ ഗുഡ്സ് ഓർ കോമ്പൻസേറ്റ് ഫോർ ദെയർ വാല്യൂ അല്ലേ. ഗുഡ്സോ കിട്ടിയെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ അല്ലെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി അയാൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ ബി ആണ് ആൻസർ വരിക. 34 കോൺട്രാക്ട് ടു പേ ഇഫ് എ ഷിപ്പ് അറൈവ്സ് വിത്തിൻ എ ഇയർ ഈസ് എൻഫോഴ്സിബിൾ വെൻ. ഒരു ഷിപ്പ് വരികയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഷിപ്പ് ഇവിടെ എത്തിച്ചേരുകയാണെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതെപ്പോഴാണ് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത്, നടപ്പിലാക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ പറയുന്ന പോലെ തന്നെ ആ ഒരു വിത്തിനെ 1 ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ള വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈമിൽ ഷിപ്പ് അറൈവ് ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള കേസുകളൊന്നും അത് വാലിഡ് അല്ല. പിന്നെ കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ബിക്കം വോയിഡ്. കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് എപ്പോഴാണ് അത് വോയിഡായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇവൻറ്റ് ബിക്കംസ് ഇമ്പോസിബിൾ. നമ്മളൊരു ഫ്യൂച്ചർ കണ്ടിൻജൻസി ഭാവിയിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പേയ്മെൻറ്റ് നൽകാമെന്നോ അങ്ങനെ ഏതെങ്കിലും കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ ഒരു ഭാവിയിൽ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അല്ലേ. അത് വോയിഡ് എപ്പോഴാണ് ആകുന്നത്, അങ്ങനെ ഒരു കാര്യം നടക്കാൻ വേണ്ടി സാധ്യതയില്ല എങ്കിൽ, അതായത് പിന്നീട് അത് ഇമ്പോസിബിൾ ആണെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അത് പോസിബിൾ ആയിരുന്നു, പിന്നീട് ആ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടപ്പിലായില്ല അല്ലേ, ഇമ്പോസിബിളായി, അത് പെർഫോം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ അതെന്തായിട്ട് മാറും, ആ കോൺട്രാക്റ്റ് അത് വോയിഡായിട്ട് മാറും, ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കേണ്ട ആവശ്യം ഇല്ല. then 36ാമത്തെ നോക്കുക. when a contract becomes impossible to perform. ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിൽ ഇമ്പോസിബിൾ ആകുമ്പോൾ ഇറ്റ് ഈസ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നത് ഇമ്പോസിബിലിറ്റി ആകുമ്പോഴോ അല്ലെങ്കിൽ പോസിബിൾ അല്ലാണ്ടാകുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, അതിവിടെ നമ്മൾ ഫ്രസ്ട്രേഷൻ എന്നുള്ള അല്ലേ, ഫ്രസ്ട്രേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പ്രൊവൈൽ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് അല്ലേ. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി, ഇന്ത്യയിൽ അതിൻ്റെ പേര് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്നാണ്. അതിന് പകരമായിട്ട് ഇംഗ്ലണ്ടിൽ അപ്ലൈ ചെയ്യുന്ന ഒരു നെയിമാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് പറയുക. പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് നടപ്പിലാക്കുന്നതാണ്. നോവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കോൺട്രാക്റ്റ് പഴയ കോൺട്രാക്റ്റിന് പകരം നിലവിൽ വരിക എന്നുള്ളതാണ്. ബ്രീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ. പിന്നെ ആൻസർ വരുന്നത് ഫ്രസ്ട്രേഷനാണ് ആൻസറായിട്ട് വരുന്നത് സി. ദെൻ പാർഷ്യൽ പെർഫോമൻസ് ഓഫ് എ ഡിവിസിബിൾ കോൺട്രാക്റ്റ്. ഒരു ഡിവിസിബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് പാർഷ്യൽ പെർഫോമൻസ് അനുവദിക്കുന്നതാണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പല ഘട്ടങ്ങളായിട്ട് പൂർത്തിയാക്കേണ്ട ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് ഭാഗികമായിട്ട് ആ ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അതിന്മേൽ അയാൾക്ക് ക്യാഷ് കിട്ടാനുള്ള അവകാശമുണ്ടല്ലേ. മേ അലൗ ദ പെർഫോമിംഗ് പാർട്ടി ടു ക്ലെയിം പേയ്മെൻറ്റ് ഫോർ വാട്ട് ഹാസ് ബീൻ ഡൺ. എന്താണ് ഇതുവരെ ചെയ്തത് അതിന്മേലെ പേയ്മെൻറ്റ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ആ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നൊരു സപ്ലർ 100 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ ഒരു കൊടുക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ പല സമയങ്ങളിലാണ് കൊടുക്കാമെന്ന് സമ്മതിച്ചത്. ആദ്യം ഒരു 10 യൂണിറ്റ് കൊടുത്തു, പിന്നീട് കൊടുക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അപ്പോൾ കൊടുത്തതിൻ്റെ എമൗണ്ട് എത്രയാണോ കൊടുത്തത് 10 യൂണിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞല്ലേ, അതിന്മേൽ അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ള അർഹതയുണ്ടല്ലേ. അപ്പോൾ അത് ഡിവിസിബിൾ കോൺട്രാക്റ്റിൽ ഇതുവരെ ചെയ്തത് എന്താണോ അതിന്മേൽ പേയ്മെൻറ്റ് കിട്ടാനുള്ള അർഹത അയാൾക്കുണ്ടായിരിക്കും. റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ് എഗ്രിമെൻറ്റ്സ് ആർ വാലിഡ്. നമ്മൾ ഈ മാരേജിനെ ഒരു വിവാഹത്തെ തടയുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷേ അത് വാലിഡ് ആകുന്ന എപ്പോഴാണ്, സാധാരണഗതിയിൽ അത് വോയിഡാണ്. പക്ഷേ ഒരു മാരേജ് എഗ്രിമെൻറ്റ് അത് വാലിഡ് ആകുന്ന റെസ്ട്രെയിൻറ്റ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ മാരേജ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ മാരേജ് കല്യാണത്തെ നമ്മൾ തടയുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ് ചില സമയത്ത് അത് വാലിഡ് ആകും. എപ്പോഴാണത് ഒരു മൈനറുമായിട്ടാണ് വിവാഹം ഉണ്ടെങ്കിൽ അല്ലേ, അതായത് മൈനേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. 18 വയസ്സിൽ താഴെയുള്ള ആളുമായിട്ടുള്ള വിവാഹമാണെങ്കിൽ നമുക്ക് അത് വാലിഡാണ് അല്ലേ. ആ വിവാഹം റെസ്ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള അവകാശം ഉണ്ട്, അത് കുഴപ്പമില്ലാത്തതാണ്. then അടുത്ത് നോക്കാം 39ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In a family settlement, which of the following options are correctly identified as the true elements that validate the agreement അല്ലേ.
അതായത് ഒരു ഫാമിലി സെറ്റിൽമെൻറ്റ് കേസിൽ താഴെ പറയുന്ന ഓപ്ഷൻസ് ഏതാണ് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ വാലിഡ് ആക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ആൻസർ വരുന്നത് എയും ബിയും ഡിയും മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ, എയും ബിയും ഡിയും അല്ലേ. സി ഇൻവോൾവ്മെൻറ്റ് ഓഫ് മൈനർ ആഫ് വൺ ഓഫ് ദി പാർട്ടീസ് വാലിഡേറ്റ് എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻറ്റിൽ മൈനറെ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അത് വാലിഡ് ആകണമെന്നില്ല അല്ലേ. ബാക്കിയുള്ള കേസുകളെല്ലാം അത് വാലിഡാണ്. അതായത് കൺസിഡറേഷൻ എക്സ്ചേഞ്ച് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് തേർഡ് പാർട്ടീസ് വാലിഡേറ്റ് എഗ്രിമെൻറ്റ്, ഒരു മൂന്നാമതൊരു പാർട്ടിക്ക് എമൗണ്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ, ദി ഇൻറ്റൻറ്റ് ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ വാലിഡേറ്റ് എഗ്രിമെൻറ്റ്, മറ്റൊരാൾക്ക് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ ദെൻ രജിസ്ട്രേഷൻ ഓഫ് ദി എഗ്രിമെൻറ്റ് അണ്ടർ ആപ്ലിക്കബിൾ ലോസ്, അത് നമ്മൾ ഇപ്പോൾ പ്രോപ്പർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം അല്ലേ. രജിസ്റ്റർ ചെയ്യുമ്പോഴും എന്താണ് അതെല്ലാം ഒരു ഫാമിലി സെറ്റിൽമെൻറ്റിൽ എഗ്രിമെൻറ്റിനെ വാലിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് സി ആണ് ആൻസർ വരുന്നത് അല്ലേ. Then if a contact is silent on performance of timeliness, which of the following options correctly identifies what a court will consider? നമുക്ക് ഒരു കോൺടാക്റ്റ് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമയം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ, കോൺടാക്റ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ താഴെ പറയുന്ന ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അതായത് ഇവിടെ എ റീസണബിൾ പീരീഡ് ഓഫ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, നമ്മൾ ആ വസ്തുതകൾ നോക്കിയിട്ട് ഒരു നിശ്ചിത സമയം, റീസണബിൾ ആയിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു സമയം, കോടതി ന്യായമായിട്ടുള്ള സമയം ഏതാണെന്നുള്ള കോടതി തീരുമാനിക്കും. ആ സമയത്തിനുള്ളിൽ കോൺടാക്റ്റ് പൂർത്തിയാക്കണം, ശരിയാണ്. പ്രിവെയിലിംഗ് ട്രേഡ് കസ്റ്റംസ് ഇൻ സിമിലർ കോൺടാക്റ്റ്, നിലവിലുള്ള ഒരു കോൺടാക്റ്റുകൾ സിമിലർ ഇതുപോലുള്ള കോൺടാക്റ്റുകളിൽ നമ്മൾ ഈ ഒരു ട്രേഡിൽ കച്ചവടത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയപരിധി ഏതാണ് എന്നുള്ളത് നോക്കും. ദി ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ടീസ് അറ്റ് ദി ടൈം ഓഫ് ദി എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് പാർട്ടീസിൻ്റെ ഇൻറ്റൻഷൻ, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല, അത് കണക്കൂട്ടുന്നതാണ്. ഡി എ ഫിക്സഡ് സ്റ്റാറ്റ്യൂട്ടറി ടൈം പീരീഡ് ഓഫ് പെർഫോമൻസ് നടത്താൻ വേണ്ടി ഒരു ഫിക്സഡ് സ്റ്റാറ്റ്യൂട്ടറി ടൈം പീരീഡ് കണക്ക് വയ്ക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയില്ല, ബാക്കിയെല്ലാം ശരിയാണ് അല്ലേ. അപ്പോൾ എ ബി സി എന്നുള്ളത് ശരിയായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് സി ആണല്ലേ. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് എ ബി സി ആർ കറക്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ വാട്ട് കണ്ടീഷൻസ് ക്യാൻ എ തേർഡ് പാർട്ടി എൻഫോഴ്സ് എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി തേർഡ് പാർട്ടിക്ക് എപ്പോഴാണ് സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ചൂസ് ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ദ ട്രൂ കണ്ടീഷൻസ്. താഴെ പറയുന്നതിൽ സത്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് കോൺട്രാക്റ്റ് എക്സ്പ്ലിസിറ്റ്ലി ബെനിഫിറ്റ്സ് ദ തേർഡ് പാർട്ടി, ആ കോൺട്രാക്റ്റ് തന്നെ രൂപം കൊടുത്തിരിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടിയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി നിർബന്ധം പിടിക്കാം. ദെൻ ദ തേർഡ് പാർട്ടി ഈസ് എ ബെനിഫിഷ്യറി ഓഫ് എ ട്രസ്റ്റ്, ഒരു ട്രസ്റ്റിൻ്റെ ബെനിഫിഷ്യറിയാണ് ആ ഒരു തേർഡ് പാർട്ടി എങ്കിൽ ആ ട്രസ്റ്റിൻ്റെ ബെനിഫിഷ്യറി എന്ന നിലയിൽ അയാൾക്ക് ട്രസ്റ്റ് നിയമപ്രകാരം ആ ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി അവകാശം ഉന്നയിക്കാം. ദ കോൺട്രാക്റ്റ് ഈസ് ഗവേൺഡ് ബൈ ദ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്, ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് നടപ്പിലാക്കേണ്ട കോൺട്രാക്റ്റ് ആണെങ്കിൽ, ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആരാണോ അവർക്ക് മാത്രമേ കോൺട്രാക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടുപേർ ചേർന്നൊരു കോൺട്രാക്റ്റ് നടപ്പിലാക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് മാത്രമേ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതൊരു കക്ഷിക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ തേർഡ് പാർട്ടിക്ക് ആ ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അപ്പോൾ അത് ശരിയല്ല. ദെൻ ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് എഗ്രി ടു അലോ തേർഡ് പാർട്ടീസ്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ മൂന്നാമതൊരു കക്ഷിയുടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി അവർ അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തും ഇത് സാധ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓൺലി സി ഈസ് ഇൻകറക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക അല്ലേ. സി മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക, ബാക്കിയെല്ലാം കറക്റ്റാണ് എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്താം കേട്ടോ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ബെയിൽമെൻറ്റ്, താഴെ പറയുന്നതിൽ ബെയിൽമെൻറ്റിൻ്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ബെയിൽമെൻറ്റിൻ്റെ എക്സാമ്പിൾ താഴെ പറയുന്നതിൽ സെല്ലിംഗ് ഗുഡ്സ് ടു തേർഡ് പാർട്ടി, ഗുഡ്സ് സെയിൽ നടത്തുക എന്ന് പറയുന്നത് സെയിൽസ് ആണല്ലേ. ബാക്കിയെല്ലാം ബുക്ക് ഒരാൾക്ക് കൊടുക്കുന്നത്, കടം കൊടുക്കുന്നത്, ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടി തുണി ഒരാളെ ഏൽപ്പിക്കുന്നത്, ഒരു വർക്ക്ഷോപ്പിലെ റിപ്പയർമെൻറ്റിന് വേണ്ടി നമ്മളൊരു ഗുഡ്സ് കൊടുക്കുന്നത്, അതെല്ലാം ബെയിൽമെൻറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്, സി ആണല്ലേ. ദെൻ എ ബെയിലി മിക്സസ് ഗുഡ്സ് വിതൗട്ട് കൺസെൻറ്റ് ആൻഡ് ദേ ആർ ഇൻസെപ്പറബിൾ, ഒരു ബെയിലി ഒരു ഗുഡ്സ് ഏൽപ്പിച്ചു, ആ ഗുഡ്സ് വേറെ ഗുഡ്സുമായിട്ട് അയാൾ മിക്സ് ചെയ്തു, അത് പിന്നീട് അത് ഇൻസെപ്പറബിൾ, അത് വേർപെടുത്തിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ബെയിലർക്ക്, അത് ഏൽപ്പിച്ച വ്യക്തിക്ക് അയാൾക്ക് ക്യാൻ റിസീവ് കോമ്പൻസേഷൻ ഫോർ ദി വാല്യൂ ഓഫ് ദർ ഗുഡ്സ്, ആ ഗുഡ്സ് മേൽ അയാൾക്ക് കോമ്പൻസേഷൻ അയാൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലേ. അതാണ് അയാൾക്ക് ഉള്ള ഒരു ക്ലെയിം ചെയ്യാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ആ കാര്യമാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ന കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ്, നമ്മൾ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിൽ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സിന് എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, അത് ഒരു താൽക്കാലികമായിട്ട് മറ്റൊരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഓണർഷിപ്പ് ആരിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഒറിജിനൽ ഓണർഷിപ്പ് ബെയിലർ തന്നെ റിമെയിൻ ചെയ്യുന്നു അല്ലേ. റിമെയിൻസ് വിത്ത് ദി ബെയിലർക്ക് തന്നെയാണ് അതിൻ്റെ ഒറിജിനൽ ഓണർഷിപ്പ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അത് തൽക്കാലത്തേക്ക് ഒരു ഗുഡ്സ് മറ്റൊരാളെ നമ്മൾ ഏൽപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ ഓണർഷിപ്പ് ബെയിലർക്ക് തന്നെയാണ്. ആ ഒരു ഗുഡ്സ് നമ്മുടെ ഒരു കടയിലൊരു ഗുഡ്സ് നമ്മൾ നന്നാക്കാൻ കൊടുക്കുമ്പോൾ ആ ഗുഡ്സ് നമ്മുടെ തന്നെയാണ് അല്ലേ. ഒരു ബുക്ക് മറ്റൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ എന്താണ്, അത് നമ്മുടെ ഗുഡ്സ് തന്നെയാണ്. കടം കൊടുത്തിരിക്കുന്ന ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ കടം വാങ്ങിച്ചിരിക്കുന്ന അയാൾക്ക് അത് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ.
ദെൻ എ പ്ലഡ്ജ് ഈസ് ക്രിയേറ്റഡ്. പ്ലഡ്ജ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഒരു പ്ലഡ്ജ് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഗുഡ്സ് ആർ ഡെലിവേർഡ് ആസ് എ സെക്യൂരിറ്റി ഫോർ ഡെപ്റ്റ് അല്ലേ, നമ്മൾ ആദ്യം കണ്ടതാണ്. അപ്പോൾ ഡെപ്റ്റിന് സെക്യൂരിറ്റി ആയിട്ട് ഗുഡ്സ് കൊടുക്കുമ്പോഴാണ് അതിന് പ്ലഡ്ജ് നമ്മൾ പറയുക. ദെൻ പ്ലഡ്ജ് ഹാസ് ദ റൈറ്റ് ടു സെൽ പ്ലഡ്ജഡ് ഗുഡ്സ്. പ്ലഡ്ജി അതായത് പ്ലഡ്ജ് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് വാങ്ങിച്ചു വയ്ക്കുന്ന ക്യാഷ് കിട്ടാനുള്ള വ്യക്തിക്ക് ആ പ്ലഡ്ജഡായിട്ടുള്ള ഗുഡ്സ് വിൽക്കാനുള്ള അവകാശം എപ്പോഴാണുള്ളത്? ദ പോണർ ഡിഫോൾട്ട്സ് ഇൻ റീപേയ്മെൻറ്റ് ആഫ്റ്റർ ഡ്യൂ നോട്ടീസ് അല്ലേ. പോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലഡ്ജിനെ ഏൽപ്പിക്കുന്ന ആരാണോ പ്ലഡ്ജ് ഗുഡ്സ് കൊടുക്കുന്ന വ്യക്തി അയാളാണ് പോണർ അല്ലേ. അയാൾ കൊടുക്കാനുള്ള എമൗണ്ട് കൃത്യമായി നോട്ടീസ് കിട്ടിയിട്ടും അയാൾ നൽകിയിട്ടില്ല എങ്കിൽ ഈ പണയ വസ്തു ബാങ്ക് പോലുള്ള ക്രെഡിറ്റേഴ്സിന് അവർക്ക് അത് വിൽക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഇൻവോൾവ്സ്. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ക്രെഡിറ്റർ വരും, ഡെപ്റ്റർ വരും, ഷുവർട്ടി വരും അല്ലേ. ക്രെഡിറ്റർ, പിന്നെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആ കടമെടുത്ത വ്യക്തി, പിന്നെ അതിന് ജാമ്യം നിൽക്കുന്ന വ്യക്തി അല്ലേ, ഷുവർട്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടർ. ദ ലൈബിലിറ്റി ഓഫ് ഷുവർട്ടി ഷുവർട്ടിയുടെ ലൈബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിൻജൻറ്റ് ഓൺ ദി ഡെപ്റ്റേഴ്സ് ഡിഫോൾട്ട്. അത് പ്രൈമറി ഡെപ്റ്റർ അതായത് കടമെടുത്ത വ്യക്തി അയാൾ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിലാണ് ഷുവർട്ടി ജാമ്യം നൽകുന്ന വ്യക്തി ആ പേയ്മെൻറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത് അല്ലേ. ദെൻ ഏജൻസി ഈസ് ടെർമിനേറ്റഡ് വെൻ. ഏജൻസി എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ മരിക്കുകയാണെങ്കിൽ, അതായത് ആ ഒരു ഏജൻറ്റിനെ ഓതറൈസ് ചെയ്യുന്ന വ്യക്തി പ്രിൻസിപ്പൽ മരിക്കുകയാണെങ്കിൽ ഇത് ഏജൻറ്റ് കംപ്ലീറ്റ്സ് ദ ടാസ്ക്, ഏജൻറ്റ് ചെയ്യാനുള്ള ജോലി പൂർത്തിയാക്കുമ്പോൾ ദ പ്രിൻസിപ്പൽ റിവോക്സ് അതോറിറ്റി, പ്രിൻസിപ്പൽ ഏജൻറ്റിൻ്റെ അധികാരം തിരികെ വിളിക്കുമ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലേ. ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ്. ഇതിൽ വരാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കതെല്ലാം വരും ദിവസങ്ങളിൽ സമയം പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ അത് ചേർത്തിട്ടുണ്ട്. മറ്റൊരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നമ്മൾ എടുത്ത ക്ലാസ്സുകളാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ ആൻസർ ചെയ്യാൻ MCക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ചാപ്റ്റർ വൈസ് ആയിട്ട് MCക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.